ഹലോ, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ വിചാരിച്ചു. അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവാണ്. എന്തായാലും റെഡി ആവില്ലേ, അപ്പോൾ ഒരു വീഡിയോ കൂടെ എടുക്കാൻ വിചാരിച്ചു. ആദ്യം തന്നെ കണ്ണെഴുതലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാ വീഡിയോ എടുക്കേണ്ട ഒരു ഓർമ്മയൊക്കെ കിട്ടിയത്. അപ്പോൾ ശരി, എന്തായാലും എടുക്കാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇടയായിട്ടുള്ളൊരു ശീലമാണ് മസ്കാര ഇടുന്നത്. എനിക്കിപ്പോൾ ഇഷ്ടമായി, നല്ല രസമുണ്ടാവും കണ്ണ് മസ്കാരയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിച്ചക്കൻ അവിടെ പാട്ട് പാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ലിപ് ലൈനർ വെച്ചിട്ടൊന്ന് ലിപ്പിൽ ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കണം ബോർഡേഴ്സൊക്കെ. പിന്നെ അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ് കളറാണ് ഈ ലിപ്സ്റ്റിക്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പൊട്ടും കൂടെ വെച്ചപ്പോൾ ഏകദേശം ലുക്ക് കംപ്ലീറ്റ് ആയി. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെയ്ത ലുക്കൊക്കെ. പിന്നെ എൻ്റെ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മുടി കെട്ടാൻ എനിക്ക് പ്രത്യേകിച്ച് അറിയത്തില്ല. എനിക്ക് എങ്ങനെയാണ് മുടി കെട്ടണ്ടേ എന്നുള്ളത് ഇപ്പോഴും ഭയങ്കര ഡൗട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു കമ്മലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് കൊള്ളാം അല്ലേ? അങ്ങനെ മുടി കെട്ടേണ്ടതാണ് അടുത്ത ചടങ്ങ് എന്നുള്ള ആലോചിക്കുമ്പോൾ തന്നെ ഒരു ടെൻഷൻ. എങ്ങനെയാണ് അപ്പം മുടി കെട്ടുക എന്നുള്ളതാണ് കുറേ നേരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല പല സാഹസങ്ങൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കട്ടനൊക്കെ കുടിച്ച് കുറച്ച് നേരം പുറത്തേക്ക് വായി നോക്കി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ നേരം ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് വന്നു. അപ്പം പുള്ളിക്കാരനോട് ഒന്ന് ചോദിച്ചു, ഇങ്ങനെ രസമുണ്ടോ അങ്ങനെ രസമുണ്ടോ എന്നൊക്കെ ചോദിച്ച്. പിന്നെ അവസാനം ഏകദേശം ഞാനൊരു വിധം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചൊരു ഹെയർ സ്റ്റൈൽ ചെയ്താൽ വലിയ രസമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇനിയും ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് ആയി പോകും വിചാരിച്ചിട്ട് അവസാനം ഒരു ലുക്കിൽ ഇറങ്ങാൻ വിചാരിച്ച്. ഒന്നാമത് ഹെയർ വാഷ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുടിയുടെ കോലം ഏകദേശം ഒരു വഴിയാണ്. പിന്നെ ഇത് വെച്ച് സ്റ്റൈൽ ചെയ്യലൊന്നും അത്ര പെട്ടെന്ന് നടക്കത്തില്ല. അതുകൊണ്ട് ഏകദേശം എനിക്ക് പറ്റുന്ന പോലെ എന്തൊക്കെയോ സ്റ്റൈൽ ചെയ്ത് കുഴപ്പമില്ല വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് റെഡിയായി. അപ്പോൾ ലുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.